വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അടുത്ത ദിവസം രാവിലെ ഇൻഹോ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ അവൻ്റെ അമ്മ പതിവ് പോലെ അവന് നൽകാറുള്ള ടോണിക്കുമായി വന്നെങ്കിലും എനിക്കിപ്പോൾ ഇത് കഴിക്കാനുള്ള അർഹതയില്ല, എനിക്കതുകൊണ്ട് വേണ്ട എന്നവൻ പറയുന്നു. ഇന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ നിന്നെ വഴക്ക് പറയാനും കൂട്ടുകാർ നിന്നെ പരിഹസിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നേരിടണമെങ്കിൽ നിനക്ക് നല്ല ആരോഗ്യം വേണം എന്ന് പറഞ്ഞ് അവനെ കുടിപ്പിക്കുന്നു. നീ പറഞ്ഞതുപോലെ നീ ഒരു വേസ്റ്റ് അല്ല. നിന്നെ പ്രഗ്നൻ്റായ അന്നു മുതൽ നീയാണ് എൻ്റെ എല്ലാം. ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർ എന്തു പറയുന്നുവെന്ന് നീ ശ്രദ്ധിക്കേണ്ട. നീ ഇപ്പോഴും എൻ്റെ വിലപിടിപ്പുള്ള മകൻ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ തല കുഴിച്ച് നിൽക്കാതെ നിന്റെ മുഖം ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞവർ അവനെ തലോടുന്നു. ഇന്നോയുടെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരുങ്ങിയിറങ്ങി വന്ന ബോക്സു എൻ്റെ ടോണിക്ക് എവിടെയെന്ന് ചോദിച്ച് അതിൽ നിന്നൊരെണ്ണം എടുക്കാൻ ഓടി വന്നെങ്കിലും ചേച്ചി അതെടുത്ത് മാറ്റിയിട്ട് ഇതെൻ്റെ മകനുള്ളതാണ്, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അമ്മയോട് ചോദിക്കുമെന്ന് പറഞ്ഞ് മകനെയും കൂട്ടിപ്പോകുന്നു. ബോക്സ് ഒത്തുകണ്ട് ചിരിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ വാതിൽക്കൽ അകത്തേക്ക് കയറാൻ മടിച്ചിരുന്ന ഇൻഹോയെ ബോക്സ് ധൈര്യം നൽകി അകത്തേക്ക് കൊണ്ടുപോകുന്നു. കുട്ടികൾ പരിഹസിക്കുമെന്നായിരുന്നു ഇൻഹോ കരുതിയെങ്കിലും അതിന് വിപരീതമായി എല്ലാവരും അവനോട് സൗഹൃദത്തോടെയാണ് പെരുമാറിയത്. അമ്മയുടെ അടി കിട്ടിയെടുത്ത് വേദന എങ്ങനെയുണ്ട്? അമ്മ സ്പോർട്സ് താരമായിരുന്നു എന്നൊക്കെ അവർ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഇൻഹോയുടെ ഉള്ളിലെ പേടിയൊക്കെ മാറി അവൻ ആശ്വാസത്തോടെ കൂട്ടുകാർക്കൊപ്പം ചേരുന്നു. അന്ന് സ്കൂളിൽ വെച്ച് കണ്ടപ്പോൾ അത്യാവശ്യമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സേഹോ സോജിയോങ്ങിനെ പുറത്തേക്ക് ക്ഷണിക്കുന്നു. മനസ്സോടെ അല്ലെങ്കിലും അവൾ ഒപ്പം ചെല്ലുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ എന്തിനാണ് എപ്പോഴും നിന്നെ തുറച്ചു നോക്കാറുള്ളതെന്ന് നീ ചോദിച്ചത് ഓർമ്മയുണ്ടോ? എന്നെപ്പോലെ തന്നെ നീയും തനിച്ചായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. നീ അത്രമാത്രം കരുതലോടെയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് സേഹോ പറയുന്നു. അത്രയും ആയപ്പോഴേക്കും സോജ്യം കിടക്കേറി ഞാൻ നീയല്ല, നീ നിന്നെ തന്നെ എന്നിൽ കാണാൻ ശ്രമിക്കരുത്, എനിക്ക് നിൻ്റെ ഒരു സഹായവും വേണ്ട എന്ന് പറഞ്ഞവൾ തൻ്റെ വിരലിൽ ബോക്സ് ഒളിച്ച മോതിരത്തിൽ തലോടിക്കൊണ്ട് ഞാനിപ്പോൾ തനിച്ചല്ല, അതുപോലെ നിൻ്റെ ഏകാന്തത മാറ്റാനുള്ള ആൾ ഞാനല്ല, ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. നിൻ്റെ ഈ റിജക്ഷന് കാരണം ബോക്സു ആണോ? അവനും ഈ വൃത്തികെട്ട മോതിരത്തിനും എന്ത് മഹാത്മ്യമാണുള്ളത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ തഴഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് അവനെ ചൂസ് ചെയ്തതെന്ന് സേഹോ ആകെ വയലൻ്റായി ചോദിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് പോലെ നീയും ബോക്സുവിനെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ എന്ന് സോജിയങ് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഓർമ്മിക്കുന്നില്ല. ഈ തീരുമാനമോർത്ത് നീ ഇനി ദുഃഖിക്കും, കാര്യങ്ങൾ കൂടുതൽ ടഫാവാൻ പോവുകയാണെന്ന് സേഹോ ഒരു വാണിംഗ് പോലെ പറയുന്നു. ഞാനും നീ കാരണം ബോക്സ് ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയും അവനെ ഉപദ്രവിക്കരുത് എന്ന് സോജിയങ് പറഞ്ഞപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ നീ എന്നെ ഒരു ക്ലാസ്മേറ്റോ ചെയർമാനോ ആയി മാത്രമേ ഓർമ്മിക്കുകയുള്ളൂ. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീയാണിത് തിരഞ്ഞെടുത്തത്. നിന്റെ തീരുമാനം മാറ്റാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞവൻ പോകുന്നു. കുറേ സമയം റോഡിലൂടെ അലഞ്ഞു നടന്ന ശേഷമാണ് സേഹോ വീട്ടിലെത്തിയത്. അവനെ കത്ത് നിൽക്കുകയായിരുന്ന അമ്മ, നിനക്ക് ശരിക്കും ഇതുപോലൊരു പെൺകുട്ടിയാണോ ആവശ്യം? നീ ഉണ്ടാക്കിയ വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറല്ലേ അവൾ? ഞാനൊന്നും അറിയില്ല എന്നാണോ നീ കരുതിയത് എന്നവർ ചോദിക്കുന്നു. സോജിയോങ്ങിൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെടേണ്ട എന്നവൻ ആദ്യമായി അമ്മയോട് എതിർത്ത് പറയുന്നു. അവർ അവനെ തല്ലാൻ കഴിയുമെങ്കിലും അവനെ കയ്യിൽ കയറി പിടിച്ചിട്ട് സോജിയോങ്ങിൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അമ്മയുടെ സഹായം എനിക്ക് ആവശ്യമില്ല, എനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനായിട്ട് അവളെ നശിപ്പിച്ചോളാം എന്നവൻ പറയുന്നു. അത് കേട്ട് അവർ ചിരിച്ചുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി നിനക്ക് തെറ്റ് പറ്റരുത്, സ്വന്തമായി തകരുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവരെ തകർക്കുന്നതാണ് എന്ന് മകനെ ഉപദേശിക്കുന്നു. സേഹോ തനിക്ക് എങ്ങനെയാണ് പണി തരാൻ പോകുന്നതെന്ന് ചിന്തിച്ചാണ് അടുത്ത ദിവസം സോജിയോങ് സ്കൂളിലെത്തിയത്. അപ്പോഴാണ് മിയാഹോ മുന്നിലൂടെ നടന്നു പോകുന്നത് അവൾ കണ്ടത്. അയാളെന്താ ഇവിടെ നിന്ന് ചിന്തിച്ച് അവൾ പുറകെ ഓടിച്ചപ്പോഴാണ് അയാൾ സ്റ്റാഫ് റൂമിൽ നിന്ന് മറ്റൊരു ടീച്ചേഴ്സിനോട് പരിചയം പുതുക്കുന്നത് അവൾ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ അവിടെ എത്തി മിയാൻഹോ വീണ്ടും ഓഫീസിൽ ചാർജ് എടുക്കുകയാണ് എന്ന വിവരം അറിയിക്കുന്നു. ടീച്ചർമാർക്ക് ആർക്കും ആ തീരുമാനം അത്ര സ്വീകാര്യമായിരുന്നില്ലെങ്കിലും ആരും എതിർത്തൊന്നും പറയുന്നില്ല. പക്ഷേ മിസ്റ്റർ പാർക്ക് സേഹോയുടെ ഓഫീസിലെത്തി ഇത് ശരിയല്ല, എങ്ങനെ ഈ തീരുമാനം എടുക്കാൻ തോന്നിയെന്ന് പറഞ്ഞ് പ്രതിഷേധം അറിയിക്കുന്നു. സേഹോ തൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ള സ്വാതന്ത്ര്യത്തോടെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഒരു സാധാരണ ടീച്ചറായി താങ്കൾ എങ്ങനെയാണ് പെർമിഷൻ ഇല്ലാതെ ഇതിനുള്ളിലേക്ക് കയറി വന്നത്? മിൻഹോയെ തിരിച്ചെടുത്തത് സ്കൂളിലെ നിയമങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ്. ഒരു ടീച്ചറായി താങ്കൾക്ക് എങ്ങനെ മാനേജറിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യം വന്നു എന്ന് ചോദിച്ച് ഒരു ജോലിക്കാരനോടെന്ന രീതിയിൽ മാത്രമാണ് സേഹോ അദ്ദേഹത്തോട് പ്രതികരിച്ചത്. നിയമങ്ങളെക്കാൾ പ്രാധാന്യം മൂല്യങ്ങൾക്കാണ് മനുഷ്യൻ നൽകേണ്ടത്. താങ്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ സീനിയറിനെ വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ട് മിസ്റ്റർ പാർക്ക് അവിടെ നിന്ന് മടങ്ങി. അദ്ദേഹം വളരെയധികം വിഷമത്തിലായിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണല്ലോ, എത്ര നാൾ നിങ്ങൾക്കിങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ഞാൻ നോക്കട്ടെ എന്ന് സേഹോ പറയുന്നുണ്ട്. താൻ പണം നൽകി ജോലി വാങ്ങാൻ നോക്കിയ കാര്യം ആരെങ്കിലും അറിയുമോ എന്ന ഭയം നന്നായി ഉള്ളിലുള്ളതുകൊണ്ട് സോജിയം മിൻഹോയെ ബലമായി പിടിച്ചു നിർത്തി നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് മടങ്ങി വന്നത് എന്ന് ചോദിക്കുന്നു. ടീച്ചർ എന്തിനാണ് പേടിക്കുന്നത്, നമ്മൾ തമ്മിൽ ഇപ്പോൾ ഇടപാടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ അവൾ അയാളുടെ കയ്യിൽ പിടിച്ച് തിരിച്ച് വേദനിപ്പിച്ചിട്ട് നിന്നെപ്പോലെയുള്ള ക്രിമിനൽസിന് കയറി നിരങ്ങാനുള്ളതല്ല ഈ സ്ഥലം, ഇത് സ്കൂളാണ് എന്ന് പറയുന്നു. മാനേജർ തിരിച്ചു വിളിച്ചിട്ടാണ് ഞാൻ മടങ്ങി വന്നത്, ഇതെൻ്റെ സ്ഥിരം ജോലിയാണ്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോയെങ്കിലും
വഴിയിൽ ബോക്സു അയാളെ തടഞ്ഞു നിർത്തി, സേഹയാണ് നിങ്ങളെ തിരിച്ചു വിളിച്ചതെന്ന് എനിക്കറിയാം, പക്ഷേ ഈ തിരിച്ചുവരവ് നിങ്ങളുടെ നാശത്തിലേക്കാണെന്ന് പറഞ്ഞ് താക്കീത് നൽകിയിട്ട് അവൻ നേരെ സേഹയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു. സോജിയോങ്ങിനോട് അയാൾ കാണിച്ച ചെറ്റത്തരം അറിഞ്ഞിരുന്നുകൊണ്ട് അയാളെ വീണ്ടും തിരിച്ചു വരുത്തിയത് എന്തിനാണ്? അത് അവൾക്ക് ഭീഷണിയല്ലേ എന്ന് ബോക്സു സേഹയോട് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ തിരിച്ചു വിളിച്ചത്. പക്ഷേ സോജിയോങ്ങിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കാരണം ഇപ്പോൾ അവൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നീയാണ്. ക്ലാസ് ടീച്ചർ തൻ്റെ സ്റ്റുഡൻറ്റുമായി പ്രണയത്തിലാണെന്ന് പേരൻസും മറ്റു കുട്ടികളുമൊക്കെ അറിഞ്ഞാൽ എന്താകെ സ്ഥിതിയെന്ന് നിനക്കറിയില്ലേ? അതറിഞ്ഞിരുന്നുകൊണ്ട് നീ അവളെ ഡേറ്റ് ചെയ്യുകയാണോ എന്ന് സേഹോ അവനോട് ചോദിക്കുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ സ്റ്റുഡൻ്റ് അല്ലാതായാൽ നിനക്കെന്നെ ഇങ്ങനെ ഇട്ട് തട്ടാൻ കഴിയില്ലല്ലോ. അതിനുവേണ്ടി മാത്രമാണല്ലോ നീ എന്നെ ഇവിടേക്ക് തിരികെ കൊണ്ടുവന്നത് എന്ന് ബോക്സ് പറയുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കനാണല്ലോ നീ, നിനക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് സേഹോ പറഞ്ഞപ്പോൾ, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഞാൻ അറിയാതെ ഇത്ര നാളും സോജിയോങ്ങിനെ വേദനിപ്പിച്ചതുപോലെ ഞാൻ അറിയാതെ നിന്നെയും വേദനിപ്പിച്ചിട്ടുണ്ടോ? നീ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് ബോക്സ് അവനോട് ചോദിക്കുന്നു. ഞാൻ പിന്നെ നിന്നോട് എങ്ങനെയായിരുന്നു? നീ എല്ലാം അറിയുന്നവനായും ദയവുള്ളവനായും അഭിനയിക്കുകയല്ലായിരുന്നു. നീ കാരണം ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് നിനക്കറിയാമോ? നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് സന്തോഷമായി കഴിയാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സേഹോ ഒരു വല്ലാത്ത ചിരിയോടെ പറയുന്നു. ബോക്സ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി നിന്നിട്ട്, ഞാൻ നിന്നെ എങ്ങനെയാണ് വേദനിപ്പിച്ചത് എന്നെനിക്കറിയില്ല. അതെങ്ങനെയായാലും 9 വർഷം മുമ്പ് നീ ചെയ്തത് അതിന് പകരമായി കാണും എന്നെനിക്ക് ഉറപ്പാണ്. ഇനി നീ കാരണം ഞങ്ങൾ പിരിയാൻ പോകുന്നില്ല. ഇനി ദുഃഖിക്കാൻ പോകുന്നത് നീയാണെന്ന് പറഞ്ഞ് ബോക്സ് അവിടെ നിന്ന് പോകുന്നു. മിൻഹോയുടെ വിഷയം സോജിയോങ്ങിനെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ബോക്സു ഓഫീസിലെത്തി കൂട്ടുകാരോട്, എനിക്ക് എങ്ങനെയെങ്കിലും സേഹോയോട് പ്രതികാരം ചെയ്യണം, നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയുന്നു. പ്രതികാരം ചെയ്യാനാണെന്ന് പറഞ്ഞാണ് നീ സ്കൂളിലേക്ക് പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ അതെല്ലാം മറന്ന് പ്രണയിക്കാൻ പോകാൻ നിന്നോട് ആര് പറഞ്ഞു? പിന്നെ പ്രതികാരം ചെയ്യുക എന്നതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? ഞങ്ങളതിൽ എന്തിനാണ് ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ തണുത്ത പ്രതികരണമാണ് മിൻജിയുടെയും ലീജിയോങ്ങിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. ബോക്സു പണം നിറച്ചൊരു കവർ മേശപ്പുറത്ത് വെച്ചിട്ട്, ഞാൻ ഒഫീഷ്യലായി നിങ്ങളെ ആ ജോലി ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതും ലീജിയോങ് കവറും എടുത്ത് ചാടി എഴുന്നിട്ട്, സാറിൻ്റെ ജോലി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നറിയിക്കുന്നു. അവൻ ജോലിക്കാരൻ എന്ന നിലയിൽ ബോക്സുവിന് ഡിസ്കൗണ്ട് അനുവദിച്ച് കുറച്ച് പണം തിരികെ നൽകിയിട്ട്, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ചോദിക്കുന്നു. സേഹോ മിൻഹോയെ മാറ്റി നിർത്തിയിട്ട്, ഈ സ്കൂളിൽ സ്ഥിരം ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് പണം നൽകിയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എത്രയും പെട്ടെന്ന് എന്നെ ഏൽപ്പിക്കണം. സോജിയോങ്ങിൻ്റെ പേരും അതിലുണ്ടാവണമെന്ന് ഓർഡർ നൽകുന്നു. സോജിയോങ്ങിൻ്റെ പണം ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതുകൊണ്ട് അവളെ അതിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് അയാൾ പറഞ്ഞെങ്കിലും സേഹോ അത് അനുകൂലിക്കുന്നില്ല. അതിനുശേഷം സേഹോ പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട്, നിങ്ങളും മിൻഹോയുടെ കൂട്ടുകക്ഷികളാണ് എന്ന് ഞാൻ അറിഞ്ഞു. പത്രക്കാരോട് അയാൾ ഈ വിവരമൊന്നും പറയാതെ അയാളുടെ വായടപ്പിച്ചത് ഞാനാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അയാൾക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഇനിയും തുടരാം. എനിക്കതിൽ വിരോധമൊന്നുമില്ല എന്ന് സേഹോ അവരോട് പറയുന്നു. മുമ്പ് കാശ് വാങ്ങിയിരുന്നത് തുടർന്നോളാനാണ് അവൻ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. അവർ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് അവരെ തനിക്ക് അനുകൂലമാക്കിയ ശേഷം വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളെ എത്രയും പെട്ടെന്ന് മറ്റ് സ്കൂളിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സേഹോ അവർക്ക് ഓർഡർ നൽകുന്നു. ആ തീരുമാനം രണ്ടുപേരെയും ഞെട്ടിക്കുന്നുണ്ട്. അതത്ര എളുപ്പമല്ല എന്ന് വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ, എന്ത് എക്സ്ക്യൂസ് നൽകിയിട്ടായാലും വേണ്ടിയില്ല, എത്രയും പെട്ടെന്ന് അവരെ ട്രാൻസ്ഫർ ചെയ്തേ പറ്റൂ എന്നവൻ പറഞ്ഞപ്പോൾ കുട്ടികൾ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. മാത്രമല്ല, സാറല്ലേ അങ്ങനെ ഒരു ക്ലാസ് രൂപീകരിച്ചതെന്ന് പ്രിൻസിപ്പൽ ചോദിക്കുന്നു. ഇതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ ക്ലാസ് രൂപീകരിച്ചത്. നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഉയരാൻ കഴിയാത്ത കുട്ടികളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടി മാത്രം എന്ന് സേഹോ പറയുന്നു. പ്രിൻസിപ്പാൾമാർ രണ്ടുപേരും അത്ര മനസാക്ഷിയുള്ളവരൊന്നും അല്ലെങ്കിലും സേഹോയുടെ ആ തീരുമാനത്തോട് പൊരുത്തപ്പെടാൻ അവർക്ക് പോലും കഴിഞ്ഞില്ല. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭ്രാന്തായോ എന്നവർ പരസ്പരം പറയുന്നുണ്ട്. ഏതോ പെൺകുട്ടി അയാളെ റിജക്റ്റ് ചെയ്തെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ദേഷ്യമാണ് നമ്മളോട് തീർക്കുന്നത്. ഈ പ്രായത്തിൽ എന്നെ പെൺകുട്ടികൾ റിജക്റ്റ് ചെയ്തപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് വൈസ് പ്രിൻസിപ്പൽ എന്ന് ചിരിച്ചപ്പോൾ, എന്നെ ആരും റിജക്റ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഫീലിംഗ് അറിയില്ല എന്ന് പ്രിൻസിപ്പൽ ഗമയിൽ പറയുന്നു. എന്തായാലും അയാൾ പറഞ്ഞതുപോലെ കുട്ടികളെ അത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. സോജിയോങ്ങിന് ഇപ്പോൾ 24 മണിക്കൂർ മിയാൻഹോ തന്നെക്കുറിച്ച് ആരോടെങ്കിലും പറയുമോ എന്ന ടെൻഷനാണ്. ടെൻഷന് മാറ്റാൻ സ്റ്റാഫ് റൂമിൽ ഇരുന്നവൾ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞത് മറക്കരുതെന്ന് ബോക്സുവിൻ്റെ മെസ്സേജ് അവൾക്ക് വരുന്നത്. പോകാനുള്ള മൂഡിലായിരുന്നെങ്കിലും അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവൾ അവനൊപ്പം ചെല്ലുന്നു. ലീജിയോങ്ങിനും മിഞ്ചിക്കുമൊപ്പം ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ബോക്സ് അവളെ കൊണ്ട് പോയത്. കുറേ സമയത്തേക്ക് ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഇത് ചിക്കനും ബിയറിങ്ങും കഴിക്കാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പ് നമുക്കിടയിലുണ്ടോ എന്ന് മിഞ്ചി അവസാനം സോജിയോങ്ങിനെ നോക്കി ചോദിക്കുന്നു. എൻ്റെ ഗേൾ ഫ്രണ്ട് സോജിയോങ്ങിനെ ഒഫീഷ്യലായി പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എന്ന് ബോക്സ് പറയുന്നു. മിഞ്ചിയുടെ മുഖം വല്ലാതെയാകുന്നത് കണ്ട് ബോക്സ് അവളോട് എപ്പോഴും വിളിക്കാറുള്ളത് പോലെ ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട്, നീ എൻ്റെ അടുത്തുണ്ടായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 9 വർഷങ്ങൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതെനിക്ക് പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിരുന്നിട്ടും അതുപോലെ നിൻ്റെ ഫീലിങ്സ് കണ്ടില്ല എന്ന് നടിച്ചതിന് എന്നോട് ക്ഷമിക്കണം എന്ന് ബോക്സ് അവളോട് പറയുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിൻ്റെ ചോയ്സ് സോജിയോങ് തന്നെയാണോ എന്ന് കണ്ണുനീരിനിടയിലൂടെ മിഞ്ചി അവനോട് ചോദിക്കുന്നു. അതേ എന്നവൻ പറഞ്ഞപ്പോൾ, നിനക്കെന്നോട് ഇതുപോലെയുള്ള ഫീലിങ്സ് ഇല്ല എന്നെനിക്ക് നന്നായി അറിയാമായിരുന്നു.
അതുകൊണ്ട് നിനക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ ഇനി തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അതുപോലെയുള്ള വേദനകളിലൂടെ കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നീ ഹാപ്പി ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞവൾ കരയുന്നു. ലീജിയങ് അവളെയും വിളിച്ചുകൊണ്ട് പോകാൻ എഴുന്നേറ്റപ്പോൾ സോജിയങ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിയിട്ട്, ഇത്രനാളും ബോക്സിനൊപ്പം ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നിന്നെ വേദനിപ്പിക്കേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. മിഞ്ചി മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് പോകുന്നു. വെളിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു. ഇനി ഞാനങ്ങനെ അവളെ കുറ്റം പറയും എന്നവൾ പറയുന്നത് കേട്ട് ലീജിയ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ പിടിച്ച് നേരെ നിർത്തിയിട്ട് അവളുടെ കണ്ണുനീർ തുടയ്ക്കുന്നു. ഞാൻ നിനക്ക് ചിക്കനേക്കാൾ കുറച്ചുകൂടി നല്ലതെന്തെങ്കിലും കഴിക്കാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുന്നു. മിഞ്ചിയുടെ മുഖത്തപ്പോൾ ഒരു പുഞ്ചിരി വിട്ടിരുന്നുണ്ട്. അവൾ ദുഃഖം മറന്ന് അവനൊപ്പം പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.